യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. വചന ശുശ്രൂഷയിലൂടെയും ഞങ്ങൾ കാണാൻ പോകുന്ന അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങളുടെയൊക്കെ കർത്താവിൻ്റെ മഹത്വം ഇവിടെ വെളിപ്പെടാനായിട്ട് പോവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ദൈവം ശക്തമായിട്ട് ഇടപെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയും ഉപവാസവുമാണ് ദൈവത്തിൻ്റെ ഇടപെടലിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ. പ്രാർത്ഥന, ഉപവാസം. അതിലൂടെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു ക്രിസ്ത്യാനിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാനൊരു സഹായകനെ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. കംഫർട്ടർ, ഒരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ നൽകും. അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. നമ്മളെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുന്നത്, നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു, അവർ അവരുടെ വിശ്വാസത്തിൽ ആരാധനകൾ അവരുടെ ദൈവത്തിന് അർപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മോട് ഇടപെടുന്നുണ്ട്. നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉത്തരം നൽകുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്ന ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ പാദ്രിപ്രിയ പറയുന്നുണ്ട്, സ്വർഗം തുറക്കാനുള്ള താക്കോലാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം നമ്മോട് സംസാരിക്കും. അതാണ് ക്രൈസ്തവൻ്റെ പ്രാർത്ഥനയുടെ വ്യത്യാസം. ദൈവം സംസാരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം എന്നോട് ഇടപെടുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നു. അല്ലാതെയുള്ള പ്രാർത്ഥനകൾ നമ്മളങ്ങോട്ട് നമ്മുടെ നിയോഗങ്ങൾ, അപേക്ഷകൾ, ആവശ്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ആരാധന നടത്തുന്നു, തീരുന്നു. അങ്ങനെയല്ല നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതോടൊപ്പം ദൈവത്തിൻ്റെ സ്വരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നു, അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു. ഇതാണ് ആ വ്യത്യാസം. ക്രൈസ്തവൻ്റെ പ്രാർത്ഥനയും ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിലുള്ള അവിശ്വാസവും. ഹല്ലേലൂയ. കൊളോസോസുകാർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ 2 മുതൽ 6 വരെ വചനങ്ങൾ. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കൃതജ്ഞതാഭരിതരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രയെത്ര നന്മകൾ നൽകി, എത്ര സൗഖ്യങ്ങൾ, എത്രയോ വിടുതലുകൾ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലേ. കഷ്ടതയിൽ കർത്താവ് കൈകളിൽ താങ്ങിയ അനുഭവങ്ങൾ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ അനേകം മാർഗങ്ങൾ ദൈവം തുറന്നുന്ന അനുഭവങ്ങൾ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ പറയുക, കൃതജ്ഞതാഭരിതരായിട്ടിരുന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം.
ദൈവം നൽകിയ നന്മകൾക്കെല്ലാം നമ്മൾ നിരന്തരമായിട്ട് നന്ദി പറയണം. കർത്താവ് നൽകിയ സൗഖ്യത്തിന്, അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്കെല്ലാം നന്ദി പറയണം. കൃതജ്ഞതയുള്ളവരാണ്, ഹൃദയത്തിൽ നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറണം. അങ്ങനെ നന്ദി പറയുകയും നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് സ്തുതിപ്പിച്ചേർക്കാം, പാട്ടുപാടാം, ഭാഷാവൃത്തി പ്രാർത്ഥിക്കാം, ഇഷ്ടമുള്ളതുപോലെ. ആത്മാവ് നമ്മളെ എങ്ങനെ നയിക്കുന്നോ അതുപോലെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ സ്വീകരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇനി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അത് നമുക്ക് സൗകര്യപ്രദമായ ഒരു മുറിയോ സൗകര്യമോ ഉണ്ടാവണം. കുറച്ച് ശാന്തതയും സ്വസ്ഥതയൊക്കെ ആവശ്യമാണ് പ്രാർത്ഥിക്കാൻ. മനസ്സ് ശാന്തമാക്കണം. ആദ്യമേ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ നമ്മൾ എളിമപ്പെടണം. എളിമയോടുകൂടി ആയിരിക്കുക. പിന്നെ പശ്ചാത്തപിക്കുക, പാപം ഉപേക്ഷിക്കുക, അനുതാപത്തിൻ്റെ കണ്ണുനീര് ദൈവസന്നിധി ഒഴുക്കുക. ചെയ്ത പാപങ്ങളെല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പി ചോദിക്കുക. പിന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ നമ്മൾ ക്ഷമ കൊടുക്കണം. ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ എത്തുകയില്ല. അതുകൊണ്ട് ക്ഷമിക്കണം. നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ അനുഗ്രഹിച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുക. നമ്മൾ വേദനിപ്പിച്ചവരോട് മാപ്പി ചോദിച്ചാൽ അങ്ങനെ ക്ഷമയുടെ ഒരു തലം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരുക്കിയെടുക്കുക. ഹല്ലേലൂയ. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? എളിമപ്പെടുക, അനുതപിക്കുക. പിന്നെ ചെയ്യേണ്ടത് ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക. ഇനി നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയണം. കൃതജ്ഞതയുള്ളവരാവണം. സ്തുതിക്കണം, ആരാധിക്കണം, പാട്ടുപാടണം, ഭാഷാവർത്തി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ചെയ്യണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനുശേഷം നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വേദനകൾ ദൈവത്തോട് പറയാനുള്ളതെല്ലാം നമ്മൾ പറയണം. ചോദിക്കുവിൻ തരപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ചോദിക്കണം എന്നർത്ഥം. ചോദിക്കുക. തരുന്നവൻ ദൈവമാണ്. അവൻ തൻ്റെ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് തരുമെന്ന് വിശ്വസിക്കുക. അത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നത്. ഹൃദയത്തിൽ വിശ്വസിക്കണം, ദൈവം എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും, ദൈവം എന്നെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടു കൂടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോസ്തലൻ പറയുക, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് കിട്ടാൻ, സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, കോവിഡ് മഹാമാരി ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തും അനേക ലക്ഷം പേര് മരിച്ചു. പ്രത്യേകിച്ച് ഏറെ സങ്കടകരമായ ഒരു കാര്യം നമുക്കുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ ഒത്തിരിയേറെ മരിച്ചു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, 4 മെത്രാന്മാർ മരിച്ചിട്ടുണ്ട്. 220ഓളം വൈദികരോ മറ്റോ മരിച്ചു കഴിഞ്ഞു. സിസ്റ്റേഴ്സ് 200-ലധികം മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ ഉള്ളിലൊരു നൊമ്പരമുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള നല്ല കഴിവുള്ള വൈദികർ, വചനപ്രഘോഷകരായിട്ടുള്ളവരൊക്കെ മരണത്തിലൂടെ കടന്നുപോയി. ഒത്തിരിയേറെ വേദന നിറഞ്ഞൊരു കാര്യം ഇത്. കാരണം ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തർ കൊറോണ ബാധിച്ച് ലങ്സൊക്കെ രോഗബാധിതമായി, ന്യൂമോണിയൊക്കെ ബാധിച്ച് ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്ന് മരിച്ചുപോയി. ഓരോ വൈദികനും മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഭൂമിയിൽ ശരിക്കും സഭയ്ക്കൊരു നഷ്ടമാണ്, വിശ്വാസ സമൂഹത്തിന് ഒരു നഷ്ടമാണ്. നമുക്ക് വലിയ നഷ്ടമാണ് ഓരോ വൈദികൻ്റെയും മരണമെന്ന് പറയുന്നത്. ഓരോ സന്യാസിനുടെയും മരണവും നഷ്ടമാണ്. നമ്മൾ പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള വൈദികരെ ഈ വൈറസ് കീഴ്പ്പെടുത്തുമ്പോൾ അത് സംഭവിക്കാൻ പാടില്ല.
നമുക്ക് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടിയുണ്ട്. എല്ലാവരും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തർ മരണപ്പെടാൻ ഇടയാകരുത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുള്ള വൈദികർ ഈ രോഗം ബാധിച്ച്, കൊറോണ ബാധിച്ച് മരിക്കരുതേ നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ആയുസ് കൊടുക്കണമേ, അത്ഭുത സൗഖ്യം കൊടുക്കണമേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പോസ്തലൻ പറയുക, ഞങ്ങൾക്ക് വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഈ കാലഘട്ടത്തിൽ ധാരാളം വൈദികർക്ക് സൗഖ്യം കിട്ടാൻ, അവർ കൂടുതൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം കിട്ടി തിരിച്ചു വന്ന കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടിയൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്വം അനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസ്പഷ്ടമാക്കാൻ ഇടയാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഉണ്ടോ? എല്ലാ വചനപ്രഘോഷകർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്വം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത ദൈവ ശുശ്രൂഷകർ, വചനപ്രഘോഷകർ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അൽമാരായിട്ടുള്ള വചനപ്രഘോഷകരും ശുശ്രൂഷകരുമൊക്കെ ഉണ്ട്. ഒരു വർഷത്തിലധികമായി ശുശ്രൂഷകളില്ല. ഒത്തിരി പേര് വലിയ ഞെരുക്കങ്ങളിലൂടെയും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് ഇറങ്ങിത്തിരിച്ചവർ ധാരാളം ശുശ്രൂഷകരുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വചനം പ്രസംഗിക്കുന്നവർക്ക് വലിയൊരു അഭിഷേകം പകരപ്പെടുവാൻ ഈ മഹാമാരിയുടെ കാലം അവസാനിക്കും. ഒരു സുവർണകാലം, രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ ഇളക്കിമറിക്കുന്ന ഒരു കാലം കർത്താവ് ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി സുവിശേഷകർ ഒരുങ്ങാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പുറമേ ഉള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർദ്ധിക്കുവിൻ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. വലിയ വിവേകം നമ്മൾ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പുറമേയുള്ളവരോട് വലിയ വിവേകം. നമ്മൾ സംസാരിക്കുന്നതും ഇടപെടുന്ന പുറമേ ഉള്ളവർ, അവരോട് വലിയ വിവേകത്തോടെ വേണം നമ്മൾ ഇടപെടുവാനായിട്ട്. അതുപോലെ തന്നെ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുക. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടങ്ങൾ ഇതൊക്കെ സമയം നഷ്ടപ്പെടുത്താനുള്ള കാലഘട്ടങ്ങളല്ല. പ്രത്യേകിച്ച് ഒരു ദൈവരാജ്യ ശുശ്രൂഷകന് ഇത് സമയനഷ്ടത്തിൻ്റെ കാലമല്ല. ഇത് പ്രാർത്ഥനയുടെ, വചനം പഠിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. കൂടുതൽ ഒരു നവീകരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള, ഹൃദയത്തെ ഒരുക്കാനുള്ള ഒരു കാലഘട്ടമായിട്ട് നമ്മളത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. അതുകൊണ്ട് സമയം വെറുതെ പാഴാക്കരുതെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ടെലിവിഷൻ കണ്ട്, മൊബൈലിൻ്റെ പിന്നാലെ, അതിൻ്റെ പിന്നാലെ പലതും നോക്കിയും കണ്ടും പോയി, ആവശ്യമില്ലാത്ത സൈറ്റുകളിൽ കയറി, അതുപോലെ മറ്റ് ലോകത്തിൻ്റെ വ്യാപാരങ്ങളിലൊക്കെ ഉൾപ്പെട്ട് ദൈവം നൽകിയ കൃപകളെ നഷ്ടപ്പെടുത്തരുത്. സമയം വൃഥാ നിങ്ങൾ ചെലവഴിക്കരുത്. സമയം പ്രയോജനപ്പെടുത്തുക. ആത്മീയ മനുഷ്യനായിട്ട് കൂടുതൽ നമ്മൾ ബലപ്പെടുക. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രിതവും ഹൃദ്യവുമായിരിക്കട്ടെ. എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഹൃദ്യമായിട്ട് സംസാരിക്കുക, കരുണാപൂർവ്വം ഇടപെടുക. എല്ലാവരോടും ഈശോ കരുണ കാണിച്ച അതുപോലെ കരുണയോടുകൂടി നമുക്ക് ഇടപെടാൻ കഴിയണം. ഹൃദ്യമായിട്ട് സംസാരിക്കുക. എപ്പോഴും വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെ ഒക്കെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടരുത്. കരുണയോടെ, എളിമയോടെയൊക്കെ നമുക്ക് സംസാരിക്കാം, ഹൃദ്യമായിട്ട് സംസാരിക്കാം. ഓരോരുത്തരും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഈ പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കണമെങ്കിൽ, ഇടപെടണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ വലിയൊരു ആത്മാഭിഷേകം നമ്മുടെ മേൽ ലഭിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ രൂപാന്തരപ്പെടും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മാറും. അത് ഉറപ്പാ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം പരിശുദ്ധാത്മാവ് മാറ്റും. ഹല്ലേലൂയ. പാപത്തിൻ്റെ പഴയ മനുഷ്യനെ പരിശുദ്ധാത്മാവ് ഉരിഞ്ഞു മാറ്റി എളിമയുടെ, വിശുദ്ധിയുടെ, അഭിഷേകത്തിൻ്റെ മനുഷ്യനാക്കി പരിശുദ്ധാത്മാവ് മാറ്റിയെടുക്കും. ഹല്ലേലൂയ. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മോശ
ജോഷുവയോട് പറയുകയാണ്, ഫിലിസ്തീനുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക. ഞാൻ എൻ്റെ വടിയുമായിട്ട് മലമുകളിലേക്ക് പോകും. അഹ്റോനും ഹൂറും എന്നോടൊപ്പം വരട്ടെ. ഞാനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. മോശ അഹ്റോനെയും ഹൂറിനെയും കൂട്ടി മലമുകളിലേക്ക് പോയി പ്രാർത്ഥിക്കുവാൻ, ജോഷുവ പടയാളികളെ ഒരുക്കി ഫിലിസ്തീനുമായിട്ട് പടക്കളത്തിലേക്ക് യുദ്ധത്തിനായിട്ട് ചെല്ലുകയാണ്. അതിഘോരമായ യുദ്ധം നടക്കുകയാണ്. മോശ തൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു. മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ സൈന്യത്തിന് വിജയമുണ്ടായി. ഹല്ലേലൂയ. ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്ന, നേതൃത്വം കൊടുത്ത മോശയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിതാക്കന്മാര്, വിശ്വാസികളെ നയിക്കുന്ന അഭിഷിക്തര്, അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് വളരെ വേഗം ഉത്തരം കിട്ടും. ആ നേതൃത്വത്തിലായിരിക്കുന്നവർ വിശ്വസ്തരായിരിക്കുക. അതുപോലെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയിരിക്കുന്ന ആത്മായ സഹോദരങ്ങൾ, അവർ വിശ്വസ്തരാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അവരുടെ പ്രാർത്ഥനയ്ക്കും ദൈവം ഉറപ്പായിട്ടും മറുപടി നൽകും. നമുക്കറിയാം, മോശ വിവാഹം കഴിച്ച ഒരു വ്യക്തിയായിരുന്നു, മക്കളുള്ള വ്യക്തിയായിരുന്നു. ഈ മോശ ദൈവം അടിമത്തത്തിൻ്റെ കീഴിലായിരുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ തെരഞ്ഞെടുത്തത്, അഭിഷേകം ചെയ്ത് അയക്കുന്നത്. അവൻ വിവാഹം കഴിച്ചവരൊക്കെ രണ്ടാം തരക്കാരാണ്, മോശക്കാരാണെന്നും ആരും ചിന്തിക്കേണ്ട. മോശയെ ഉയർത്തിയ ദൈവം ഈ കാലഘട്ടത്തിലും വിവാഹം കഴിച്ചവരെ തന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. മോശ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം ഫിലിസ്തീനെ കൊന്നൊടുക്കി. യുദ്ധത്തിൽ അവർ വിജയിച്ചു മുന്നേറിക്കൊണ്ടിരുന്നു. ജോഷുവ കരുത്തനായിട്ട് മാറി. മോശയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മോശയുടെ കൈകൾ കിഴച്ച് കൈകളൊക്കെ താന്നു പോകുന്നൊരവസ്ഥയായി. മോശ മടുത്തു. അഹ്റോനും ഹൂറും കൂടെ മോശയെ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്ത് അതേ പിടിച്ചിരുത്തി. എന്നിട്ടോ ആ കൈകൾ രണ്ടും അഹ്റോനും ഹൂറും കൂടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചു. വീണ്ടും മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും ഇതാ ഇസ്രായേൽ ജനം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുകയാണ്. ജോഷുവയെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ ജനത്തിന് അതിശക്തമായ ഒരു യുദ്ധവിജയം ദൈവം നൽകുകയാണ്. ജോഷുവയെ യുദ്ധക്കളത്തിന് മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കുവാൻ മലമുകളിൽ മോശ നിന്നു. ദൈവത്തിൻ്റെ ജനമേ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. മോശ മധ്യസ്ഥം വഹിച്ചു. ഇതുപോലെ ഓരോ കുടുംബത്തിലും കുടുംബനാഥന്മാർ മുട്ടുകുത്തുനിന്ന് കൈവിരിച്ചു പിടിച്ച് മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ഓരോ ഇടവകയിലെയും വികാരിയച്ഛൻ ദൈവജനത്തിനു വേണ്ടി കൈകൾ വിരിച്ചു പിടിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ ഇടവക അനുഗ്രഹിക്കപ്പെടും. പിതാക്കന്മാർ കരമുയർത്തുമ്പോൾ രൂപത അനുഗ്രഹിക്കപ്പെടും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അപാരമായ ശക്തിയുണ്ട്. മോശയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഇസ്രായേൽ വലിയ വിജയം നേടുകയാണ്. ഹല്ലേലൂയാ. മടുക്കാതെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ലോകത്തിന് മുഴുവൻ വേണ്ടി, ലോകം മുഴുവനിൽ കർത്താവിൻ്റെ സുവിശേഷം എത്തിച്ചേരുവാൻ വേണ്ടി. നാശത്തിലേക്ക് പോകുന്ന ഈ ലോകം രക്ഷയിലേക്ക് വരുവാൻ, പാപത്തിൻ്റെ അതിപ്രസരത്തിൽ ജീവിക്കുന്നവർ പാപജീവിതം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. വലിയ
പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. യുദ്ധങ്ങൾ, യുദ്ധസ്തുതികൾ, പാപത്തിൻ്റെ പെരുപ്പം, സ്വർഗവിവാഹം, ലൈംഗിക വൈകൃതങ്ങൾ, വ്യഭിചാരം, അധാർമികത, രാജ്യങ്ങൾ വൈരാഗ്യത്തിൽ, ജനതകൾ പോരാട്ടത്തിൽ, ബോംബ് സ്ഫോടനങ്ങൾ, എന്തെല്ലാം അതിക്രമങ്ങളാണ് ലോകമെമ്പാടും നടക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കണം കർത്താവിന് മുമ്പിൽ, ലോകത്തിന് മുഴുവൻ വേണ്ടി, അതുപോലെ സഭയ്ക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോകത്തിൻ്റെ മേൽ കരുണ ചൊരിയണമേ. ദൈവത്തെ മറന്നു ജീവിക്കുന്ന, ദൈവത്തെ ധിക്കരിക്കുന്ന വലിയ ഒരു മനുഷ്യ സമൂഹം ലോകത്തിലുണ്ട്. ദൈവപിതാവ് ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ പീഡസഹനത്തെ പ്രതി, രക്തത്തെ പ്രതി ലോകത്തോട് കരുണ കാണിക്കണമേ. സഭയോട് കരുണയായിരിക്കണമേ. പ്രത്യേകിച്ച് വൈദികരുടെ മേലെ കരുണ ചൊരിയണമേ. വിശ്വാസികളെ ശക്തിപ്പെടുത്തണമേ. സുവിശേഷ പ്രസംഗരെ ശക്തിപ്പെടുത്തണമേ. ദൈവരാജ്യ വേലക്കാരുടെ കരുണയായിരിക്കണമേ. തീരാരോഗികളെ സൗഖ്യപ്പെടുത്തണമേ. ലോകം മുഴുവൻ്റെ മേൽ അങ്ങയുടെ കരുണ ഒഴുകട്ടെ. കർത്താവേ, സ്വർഗം തുറക്കണമേ. ലോകത്തെ അനുഗ്രഹിക്കണമേ. കരുണയായിരിക്കണമേ. എല്ലാവരോടും കരുണ കാണിക്കണമേ. ആമേൻ. എന്തായിരുന്നു സാക്ഷ്യം എന്ന് പറയാമോ? കഴിഞ്ഞ ജൂലൈയിൽ മാസം കോട്ടയത്ത് കിടന്ന ധ്യാനത്തിന് ശേഷം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സങ്കടം നിർത്തിച്ചു. എൻ്റെ വൈഫിൻ്റെ ഹൗസിലും 4 പെമ്മക്കളാണ്, എൻ്റെ വീട്ടിലും 4 പെമ്മക്കളാണ്, ഒരു ആൺകൊച്ച് വൈഫുണ്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനൊരു വചനം പറയാം, അത് നീ പ്രാർത്ഥിക്കുക എന്നും വൈഫും നീയും, നിനക്ക് തീർച്ചയായിട്ടും ഒരു ആൺകൊച്ചുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് വിശ്വസിച്ച് ഞാൻ ഇവളോട് വന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ആ വചനം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ കാരണം. തുടർച്ചയായി പെൺമക്കളുണ്ടായിട്ട് പിന്നെ ഉണ്ടായപ്പം ജെറമിയ 35:19 ആൺകുഞ്ഞിനെ കിട്ടി. ഇവരുടെ 2 പേരുടെയും കുടുംബങ്ങളിൽ പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ജെറമിയ 35:19 വെച്ച്, മോൻ്റെ പേരെന്താ? സിബിൻ, നിനു. ഇവര് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഇത് ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. ഇവന്റെ പേരെന്നാ? ജോർജ് മാനുവൽ. ഹല്ലേലൂയ. നോക്കൂ, ഇവരുടെ 2 കുടുംബത്തിലും പെൺകുഞ്ഞുങ്ങളെ ഉള്ളൂ. ദൈവത്തിന്റെ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഒരാൺകുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത്. സങ്കീർത്തനം 107:20 ഇങ്ങനെ പറയുന്നു, അവിടുന്ന് വചനമയച്ചുകൊണ്ട് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവം വചനമയച്ചുകൊണ്ട് ആ സൗഖ്യം നൽകുന്നത്, അത്ഭുതം ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി സകല അനുഗ്രഹ തടസ്സങ്ങൾ തകർത്ത് ഇവർക്കൊരു ആൺകുഞ്ഞിനെ കൊടുത്തത് ആ വചനം ജെറമിയ 35:19. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ വായിക്കുന്നു മർക്കോസ് 12:24, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. ദൈവത്തിൻ്റെ വചനം അറിയത്തില്ല, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.